ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഈ അഹങ്കാരം സത്യത്തിൽ ഒരു മൂലപാപമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഹങ്കാരം നമ്മളിൽ ഉണ്ടായെങ്കിൽ മറ്റ് പാപങ്ങൾ നമ്മളിൽ നിന്ന് പൊട്ടി മുളയെടുക്കും. ഉദാഹരണമായിട്ട് അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പുണ്ടാകും, ദേഷ്യമുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ നമ്മളിൽ പലരും എല്ലാ ആഴ്ചയും സംബന്ധിക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊരനുഭവമാകാത്തത്? ഓരോ കുർബാനയിലും നമുക്കൊരനുഭവം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ നമ്മുടെ പലരുടെയും ഉള്ളിൽ അഹങ്കാരം കിടക്കുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് പലരോടും ദേഷ്യമായിരിക്കും, പലരോടും വെറുപ്പായിരിക്കും, പലരോടും പിണക്കമായിരിക്കും. ചിലപ്പോൾ സ്ഥാനമാനങ്ങളോടായിരിക്കും നമ്മുടെ ആഗ്രഹം, അല്ലെങ്കിൽ സമ്പത്തിനോടായിരിക്കാം നമ്മുടെ ആഗ്രഹം. ഇതെല്ലാം അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് പല പ്രാർത്ഥനകളും നമുക്കൊരനുഭവമാകാത്തത്. സ്നേഹമുള്ളവരെ, ഈ അഹങ്കാരം കാരണമാണ് സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിപതിച്ചത്. അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് എളിമപ്പെടാം. എളിമ കൊണ്ടാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ താഴ്ന്നു നിന്ന് നമ്മൾ എളിമപ്പെട്ട് എളിമയെ നമ്മുടെ ജീവിതത്തിൽ ധരിക്കുവാനായിട്ട് സാധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.